അങ്ങനെ അവസാനം കെ സുധാകരൻ വിചാരിച്ചതുപോലെ കാര്യങ്ങളിലെത്തി. അതായത് ഹൈക്കമാൻഡിനെ വരെ നിയന്ത്രണത്തിൽ കൊണ്ടുവന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നേരിട്ടുള്ള ഇടപെടലായിരുന്നു. ഹൈക്കമാൻഡിൽ നേരിട്ടുള്ള ഇടപെടലിൽ എന്തായാലും കണ്ണൂര് തന്നെ കെ സുധാകരൻ മത്സരിക്കുകയാണ്. ശരിക്കും പേടിച്ചു അല്ലേ? ഈ ഹൈക്കമാൻഡിൽ ഇരിക്കുന്നവർക്ക് നല്ല പേടിയുണ്ട്. സുധാകരൻ പോയാൽ കൂടെ കുറച്ച് പേരൂടെ അങ്ങ് പോകും എന്നുള്ള പേടി തന്നെയായിരിക്കും അല്ലെ അവസാനം ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്താൻ കാരണമായത്. അതെ, ഇതിൽ വന്നത് മല്ലികാർജുൻ ഖാർഗെയുടെ പ്രത്യേക നിർദ്ദേശമായിരുന്നു. AICC അധ്യക്ഷനായിരിക്കുന്ന മല്ലികാർജുൻ ഖാർഗെ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ അദ്ദേഹം ഒരു കടലാസ് റബ്ബർ സ്റ്റാമ്പ് ആണെങ്കിലും അദ്ദേഹത്തിന്റെ ഒരു തീരുമാനമായിരുന്നു MP-മാർ മത്സരിക്കേണ്ട. ഇതിനു മുമ്പ് നമ്മൾ അതിന്റെ എന്തുകൊണ്ട് MP-മാർ മത്സരിക്കേണ്ട എന്ന് പറയുന്നൊരു കാരണം ഇതിനു മുമ്പ് നമ്മൾ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നതാണ്. ഇവിടെ നോക്കിയോളൂ, സുധാകരൻ എന്ന് പറയുന്ന ഒരാള് ഒന്ന് മൂക്ക് വിയർത്തപ്പോൾ തകർന്നു പോകുന്ന തീരുമാനങ്ങളാണ് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടിയുടേത് എന്ന് നമുക്ക് മനസ്സിലായി. കാരണം ഇവിടെ സുധാകരൻ മത്സരിച്ചേ അടങ്ങും, ഇല്ലെങ്കിൽ ഞാൻ പാർട്ടി വിടും. എന്ത് ഒരു ധൈര്യം എന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ. ഒരു പാർട്ടിയുടെ അഖിലേന്ത്യാ നേതാവിനോട് അഖിലേന്ത്യാ അധ്യക്ഷനെ നോക്കിയിട്ട് പറയാണ്, ഞാൻ ഗുഡ് ബൈ, നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, എനിക്ക് എൻ്റെ വഴി എന്ന് പറഞ്ഞൊന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ അവസാനിച്ചു പോകുന്നതാണ് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സംഘടനയുടെ ശക്തി അല്ലെങ്കിൽ ബലം. ഇത്രേ ഉള്ളൂ. ഇതിങ്ങനെ ഓരോ നേതാക്കന്മാരും ഇത് കണ്ട് മനസ്സിലാക്കുമ്പോൾ, ഓരോ നേതാക്കന്മാരും ഇതിനനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സംഘടന എത്രത്തോളം ദുർബലപ്പെട്ടു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ നോക്കിക്കോളൂ, ഇപ്പൊ തന്നെ മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, VD സതീശൻ എന്ന് പറയുന്ന ഒരു നേതാവ് കടന്നുകൊണ്ട് കാര്യക്ഷമമായി പുളയ്ക്കുകയാണ് ഇതിനകത്ത്. ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ഒരു മണ്ഡലങ്ങളിലൊന്നാണ് തൃപ്പൂണിത്തുറ. ഇപ്പൊ അതിന്റെ പ്രസക്തി പോയി എങ്കിൽ തന്നെയും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തൃപ്പൂണിത്തുറ ഒരുപക്ഷെ BJPയെ സംബന്ധിച്ചിടത്തോളം, NDAയെ സംബന്ധിച്ചിടത്തോളം A ക്ലാസ് മണ്ഡലം എന്നറിയപ്പെടുന്ന ഒരു മണ്ഡലമാണ്. ആ തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ ഒരു സിനിമാ താരത്തെ കൊണ്ടുവന്ന് സാബു അവിടെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ, അവരുടെ സ്ഥാനാർത്ഥിയാക്കി കഴിഞ്ഞപ്പോൾ അവിടുത്തെ മത്സരത്തിന്റെ ഒരു പൂർണ്ണ തോതിലുള്ള ഒരു ബലം അവിടെ കുറഞ്ഞു എന്നുള്ളതാണ്. M ലിജു അവിടെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. M ലിജു എന്ന് പറയുന്ന ഒരു നേതാവ് ഗ്രൂപ്പിലെങ്ങും പെടാത്ത ഒരു നേതാവാണ്. അദ്ദേഹം മികച്ചൊരു സംഘാടകൻ കൂടിയാണ് M ലിജു. അപ്പൊ M ലിജുവിനെ അവിടെ നിന്ന് ഒഴിവാക്കുന്നു. M ലിജുവിനെ ഒഴിവാക്കിക്കൊണ്ട് സതീശൻ ഇഷ്ടപ്പെട്ട ഒരാളെ അവിടെ നിർത്തുന്നു. ഇവിടെ വന്ന് കൊച്ചി എന്ന് പറയുന്ന മണ്ഡലത്തെ അപേക്ഷിച്ചുകൊണ്ട് കൊച്ചിയിലും സതീശനും KC വേണുഗോപാലൂടെ ആരെ സ്ഥാനാർത്ഥിയാക്കണമെന്നതിനെ ചൊല്ലി തർക്കം നടക്കുന്നു. ഈ വരുന്ന ഒരു പ്രശ്നം അതാണ്. ചെന്നിത്തലയ്ക്ക് ഇഷ്ടപ്പെട്ട കുറച്ചു പേരെ ചെന്നിത്തലയും പോസ്റ്റ് ചെയ്യുന്നു. ഇപ്പൊ എൽദോസ് കുന്നപ്പള്ളിക്ക് വേണ്ടി ചെന്നിത്തല കിടന്ന് വാദിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെ നേതാക്കന്മാർ അവർക്ക് ഇഷ്ടപ്പെട്ട കുറച്ചധികം ആൾക്കാരെ നിർബന്ധ ബുദ്ധിയ നിർത്തി അവിടുത്തെ വിജയസാധ്യതകളെ പലതിനെയും ഹനിക്കുന്ന തരത്തിലാണ് ഇപ്പൊ സ്ഥാനാർത്ഥി നിർണയം പലപ്പോഴും കോൺഗ്രസിൽ നീണ്ടുപോകുന്നത്. അതിനിടയ്ക്കാണ് ഞാനാണ് വലിയവൻ, ഞാനില്ലെങ്കിൽ കേരളത്തിൽ കോൺഗ്രസ് പാർട്ടി ഉണ്ടാവില്ല. അദ്ദേഹത്തിന് ഇപ്പോഴും അഹങ്കാരത്തോടെ പറയുന്ന കാര്യം എന്നാണ്. എൻ്റെ കൂടെ DCC പ്രസിഡന്റുമാർ പലരും ഉണ്ട്, ഇവിടുത്തെ പല നേതാക്കന്മാരും ഉണ്ട്, DC സെക്രട്ടറിമാർ എൻ്റെ കൂടെയുണ്ട്, മണ്ഡല സെക്രട്ടറിമാർ എൻ്റെ കൂടെയുണ്ട്, പിന്നെ എന്തിനാണ് ഞാൻ ഭയക്കുന്നത് എന്ന് ചോദിക്കുകയാണ് കെ സുധാകരൻ. അതാണ് കെ സുധാകരന്റെ കോൺഫിഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ കെ സുധാകരൻ എന്ന് പറയുന്ന ഒരു നേതാവ് ഒന്ന് മീശ ചുരുട്ടിയപ്പോൾ വിറച്ചു പോകുന്ന ഒരു കേന്ദ്ര നേതൃത്വം. ഈ നേതൃത്വമാണ് ഞങ്ങൾ അങ്ങ് നരേന്ദ്രമോദിക്കെതിരെ പോയിട്ട് അങ്ങ് ഉണ്ടാക്കി കളയാമെന്ന് പറഞ്ഞിരിക്കുന്നത്. നരേന്ദ്രമോദി എന്ന് പറയുന്ന BJPയുടെ നേതാവിനെ വലിച്ചു താഴെ ഇറക്കിയിട്ട് ഞങ്ങൾ ഇപ്പൊ ഭരണത്തിൽ കയറുമെന്ന് പറയുന്ന പുലികളാണ് ഇങ്ങ് കേരളത്തിൽ കണ്ണൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തിലെ 78 വയസ്സായ ഈ കോൺഗ്രസിന്റെ KPC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പാർട്ടിക്കാരെല്ലാം കൂടെ ചവിട്ടിപ്പിടിച്ച് പുറത്താക്കിയ ഒരു നേതാവിനെ മീശ ഉരുട്ടിയപ്പോൾ, ആ നേതാവ് മീശ ഉരുട്ടിയപ്പോൾ വിറച്ചു പോയത്. ഇവരെങ്ങനെയാണ് ഇവിടുത്തെ രാജ്യത്തെ BJP സംവിധാനങ്ങളുടെ പൊരുതാൻ ഉദ്ദേശിക്കുന്നത്? സ്വന്തം നേതാവിനെ വരച്ച വരയിൽ, അല്ലെങ്കിൽ സ്വന്തം പാർട്ടിയിലുള്ള ഒരാളെ വരച്ച വരയിൽ നിർത്താൻ കെൽപ്പില്ലാത്തവരാണ് ഈ AICC നേതൃത്വം എന്ന് പറഞ്ഞാൽ. സ്വാഭാവികമായിട്ട് നമുക്ക് അന്നേരം ഒരു ചോദ്യം ഉണ്ടല്ലോ, അതായത് എന്തുകൊണ്ടായിരിക്കും സുധാകരനെ ഇത്രയും പേടി എന്നുള്ളത്. സുധാകരനെ പേടി എന്ന് പറഞ്ഞാൽ എന്താ പറയുക, സുധാകരനെ പേടി, അതിനോടൊപ്പം BJPയെ പേടി. ഇതാണ് അവിടെ സംഭവിച്ചൊരു കാര്യം. സുധാകരൻ ഇവിടെ ഇതിനു മുമ്പ് നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, എനിക്ക് എന്റെ വഴി, നമ്മുടെ സുധാകരൻ വിട്ടുപോയി. ഈ സുധാകരൻ വിട്ടുപോയ സമയത്ത് ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, സുധാകരൻ സ്വതന്ത്രനായി മത്സരിക്കാൻ ഒരു തീരുമാനം എടുക്കുന്നു. അതായത് ഈ ഉച്ചയോടുകൂടി അങ്ങനെ ഒരു പ്രഖ്യാപനം ഈ സുധാകരന്റെ ഭാഗത്ത് ഉണ്ടാകേണ്ടതാണ്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് സുധാകരൻ മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ അവിടെ പിന്തുണയ്ക്കാൻ വേണ്ടി BJPക്കാർ തയ്യാറായി നിൽക്കുകയാണ്. പിന്നില് BJPക്കാർ തയ്യാറായി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യം മുതലെടുക്കുക. അപ്പൊ BJP ആണ് ഭയക്കുന്നത്. സുധാകരൻ BJPയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ BJP വളർച്ച നേടുമെന്നൊരു തോന്നൽ. ഇവിടെയാണ് ഇടതുപക്ഷത്തെയും ഇതിനെയും നമ്മൾ കാണേണ്ടത്. ഇവിടെ G സുധാകരൻ എന്ന് പറയുന്ന ഒരു നേതാവ് ഇവിടെ കിടന്നുകൊണ്ട് തലകുത്തി മറിഞ്ഞല്ലോ. ഇവിടെ കിടന്ന് തലകുത്തി പറഞ്ഞിട്ട് ഞാനിപ്പം സ്വതന്ത്രനായി മത്സരിക്കും, പോയി മത്സരിച്ചു എന്ന് പറഞ്ഞു.
അതാണ് സംഘടനാ ബലം. അല്ലെങ്കിൽ പാർട്ടി എന്ന് പറയുന്നത് നേതാവിനേക്കാൾ അല്ലെങ്കിൽ നേതാക്കന്മാരെക്കാട്ടിൽ വലുതാണ് പാർട്ടി എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. ഇവിടെ ഞാൻ സ്വതന്ത്രനായി മത്സരിക്കും, പോയി മത്സരിച്ചോന്നേ എന്ന് പറഞ്ഞു. എന്നിട്ട് അതിന് നാണമില്ലാതെ പിന്തുണ കൊടുക്കാൻ വേണ്ടി കോൺഗ്രസ്സുകാർ തയ്യാറായി പോവുകയും ചെയ്തു. ഇവിടെ എന്താ, ഇവിടെ അത് തന്നെയാണ് ഭയം. ഇപ്പൊ കെ സുധാകരൻ പോയാൽ പിന്നെ BJP-ക്കാർ പിന്തുണയ്ക്കും. തന്റെ ഇടം ഉണ്ടായിരുന്നു, ഇയാള് പോടോ ഉവേ എന്ന് പറയാൻ, ഞങ്ങൾ ഞങ്ങളുടെ തോന്നിയ സ്ഥാനാർത്ഥിയെ നിർത്തും എന്ന് പറയാൻ തന്റെ ഇടം ഉണ്ടായിരുന്നു ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കന്മാർക്ക്. അവസാന നിമിഷം വരെ അവര് കണ്ണൂര്, കോന്നി 2 മണ്ഡലങ്ങൾ ഒഴിവാക്കിയിട്ടിട്ട് തന്നെയാണ് ഇപ്പോഴും പൂർണ്ണമായിട്ടില്ല സ്ഥാനാർത്ഥി പട്ടിക. ഇത് വലിയൊരു കളിയാണ്. പിന്നെ ഇതിന്റെ വേറൊരു വശം കൂടി നമുക്ക് കാണേണ്ടി വരും. അതായത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ചർച്ചകൾ നമ്മൾ നോക്കി നോക്കൂ. അതായത് ഈ പറയുന്ന സുധാകരൻ വിഷയം ഇനി എന്താ പറയാ, ഇവിടെ ഒരു ക്രിയേറ്റഡ് ആണോ ഫാബ്രിക്കേറ്റഡ് ആണോ എന്നുകൂടി നമ്മൾ ചിന്തിക്കേണ്ടി വരും. അത് എങ്ങനെ ഫാബ്രിക്കേറ്റ് ചെയ്തു എന്നുള്ളതാണ്. സുധാകരൻ സീറ്റിന് വേണ്ടി വാദിക്കും എന്നുള്ള കാര്യം കേരളത്തിലുള്ള കോൺഗ്രസിലുള്ള എല്ലാ നേതാക്കന്മാർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഇത് ഇപ്പൊ സുനിൽ കനകോലു ആണല്ലോ ഇതിന്റെ കാര്യങ്ങളെല്ലാം കോൺഗ്രസിൽ എങ്ങനെയാണ് സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യേണ്ടതെന്ന്. ആദ്യം വേണ്ടത് എന്താണെന്ന് അറിയാം, UDF അല്ലെങ്കിൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു മുന്നണിയെ കുറിച്ച് പൊതുവിൽ ഒരു ചർച്ച നടക്കണം. ഈ പൊതുവിൽ ചർച്ച നടക്കണമെന്നുണ്ടെങ്കിൽ മാധ്യമങ്ങളുടെ അറ്റൻഷൻ എപ്പോഴും ഈ ഒരു വിഷയത്തിലേക്ക് ഉണ്ടാവണം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ആണ് ഞാൻ പറയുന്നത്. ഈ വിഷയം ഉണ്ടാകാൻ വേണ്ടിയിട്ട് അപ്പൊ കനകോലു പറഞ്ഞു ഇവിടെ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്ന സാധനം ഇല്ല. ഇത് കനകോലു തന്നെ പല ആവർത്തി പറഞ്ഞൊരു കാര്യമാണ്. അതിനെന്ത് ചെയ്യാൻ പറ്റും? മാധ്യമങ്ങൾ, അതായത് ഒരു മുഴം മുന്നേ നീട്ടിയെറിഞ്ഞ, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ല, ഞായറാഴ്ച ഇവർ പ്രഖ്യാപിക്കുന്നു, ഇലക്ഷൻ കമ്മീഷൻ തെരഞ്ഞെടുപ്പിന് വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നു. അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറിനകത്ത് നിന്നുകൊണ്ട് റോഡ് ഷോ നടത്താൻ ചങ്കൂറ്റമുള്ള ഒരു പാർട്ടിയായി ഇവിടുത്തെ ഇടതുപക്ഷം മാറി. ഇതിനെ മറുകണ്ഠം ചാടിക്കണം. അതായത് ഇതിനപ്പുറത്തേക്ക് ജനങ്ങൾക്കിടയിൽ അപ്പൊ റോഡ് ഷോ മുങ്ങിപ്പോണം. ഇവിടുത്തെ ഇപ്പൊ പിണറായി വിജയന് ശരിക്കും പറഞ്ഞ കൊടുക്കുന്ന ഗാന്ധി ഭവനിൽ നിന്നാണ് കെട്ടിവെക്കാൻ കാശ് കൊടുക്കുന്നത്. അപ്പൊ പിണറായി വിജയന്റെ നോമിനേഷൻ കൊടുക്കുന്നത് പിന്നെ അധികം ശ്രദ്ധിക്കപ്പെടാതെ പോകണം. പിണറായി വിജയന്റെ അതുപോലെ പ്രമുഖരായ നേതാക്കന്മാരുടെ എല്ലാം ഈ നോമിനേഷൻ കൊടുക്കുന്നതും പ്രചരണങ്ങളും എല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെ മുങ്ങിപ്പോണം എന്നുള്ള രീതിയിൽ ഒരു കാൽക്കുലേഷൻ നടന്നിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിനുവേണ്ടി ഇവിടെ കരുവാക്കിയതാണ് സുധാകരൻ വിഷയം എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. കാര്യം ഈ ദിവസങ്ങളിൽ അത്രയും ഞായറാഴ്ച മുതൽ ഈ നിമിഷം വരെയുള്ള സമയം മാധ്യമങ്ങൾ പൊക്കൊണ്ടിരുന്ന UDF നേതാക്കന്മാരുടെ പിന്നാലെയാണ്. ഒന്ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം, തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയം വൈകുന്നു. പിന്നീട് സുധാകരൻ കാര്യങ്ങൾ, സുധാകരൻ പാർട്ടിയിൽ നിൽക്കുവോ കൊഴിഞ്ഞു പോകുവോ, ഇതിനെക്കുറിച്ചുള്ള ചർച്ച നടക്കുന്നു. പിന്നെ മറ്റൊന്ന്, കൊച്ചി മണ്ഡലത്തില് ദീപ്തി മേരി വർഗീസ് വരുവോ ഷിയാസ് വരുവോ, ഇങ്ങനെ പറയുന്ന ചർച്ചകൾ ഇങ്ങനെ കൊടുമ്പിരി കൊണ്ടുകൊണ്ട് മാധ്യമ ലോകം മുഴുവൻ നിറഞ്ഞു ചെയ്യുന്നത് UDF-ഉം കോൺഗ്രസും മാത്രമായിരുന്നു. അതിനിടയിൽ പിന്നെ മറ്റൊരു ചർച്ചയും കൂടെ വന്നു. ലീഗിന്റെ സ്ഥാനാർത്ഥി നിർണയം പുറത്തേക്ക് വരുന്നു. ലീഗിന്റെ സ്ഥാനാർത്ഥി നിർണയം പുറത്തേക്ക് വരുമ്പോൾ അവിടെ പിന്നെ നുർബിന റഷീദ് എന്ന് പറയുന്ന ഒരു സ്ത്രീ, വനിതാ ലീഗിന്റെ ദേശീയ നേതാവ് വന്നിട്ട് ഉടനെ പറയുന്നു വനിതാ ലീഗിന് അവസരം കിട്ടിയിട്ടില്ല എന്ന് പറയുന്നു. ശരിയാണ്, ഒറ്റ സ്ഥാനാർത്ഥി മാത്രമേ ഉള്ളൂ വനിതയായിട്ട്. അപ്പം ഇങ്ങനെ ഇതെല്ലാം ഒരു ചർച്ചയിലേക്ക് UDF അല്ലെങ്കിൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു ധ്രുവത്തിലേക്ക് ഇങ്ങനെ എല്ലാം കൂടെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ് മാധ്യമങ്ങളെല്ലാം. അപ്പൊ ആൾക്കാരുടെ ഏത് പേരാ വരുന്നത്? LDF ഇല്ല, LDF പിക്ചറിലേ ഇല്ല. ഇപ്പൊ LDF പിക്ചറിലേക്ക് വരുന്ന ഒന്ന് പിന്നെ നമ്മുടെ TK ഗോവിന്ദൻ മാസ്റ്റർ, ആ മാസ്റ്ററുടെ പോക്ക് ഇടയ്ക്ക് മാസ്റ്റർ വന്നിട്ട് പിന്നെ ഇവിടുത്തെ ഗോവിന്ദൻ മാസ്റ്ററിനെ ചീത്ത വിളിക്കുന്നു, തളിപ്പറമ്പിലെ ശ്യാമൾ ടീച്ചറിനെ ചീത്ത വിളിക്കും. ഇതല്ലാതെ വേറെ എവിടെയാണ് ഇടതുപക്ഷത്തിന്റെ ചർച്ചകൾ വരുന്നത്? ഏതെങ്കിലും ഒരു മാധ്യമത്തിൽ ഇടതുപക്ഷത്തെ കുറിച്ച് വാർത്ത വരുന്നുണ്ടോ? നമ്മൾ എടുത്തു നോക്കൂ, ഈ പറയുന്ന ഏത് ചാനലിന്റെ വെബ് പോർട്ടൽ എടുത്ത് നോക്കിക്കോളൂ, ഏത് ചാനൽ നമ്മൾ ഇരുന്ന് കണ്ടു നോക്കിക്കോളൂ, ആ ചാനലിലെല്ലാം ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത UDF-ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. UDF വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അവരുടെ സ്ഥാനാർത്ഥി ചർച്ച പാളി, അവരുടെ സ്ഥാനാർത്ഥി നിർണയം വൈകുന്നു. അപ്പം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് UDF ആണ്. ഇത് ജനങ്ങൾക്കിടയിലേക്ക് ഒരു പരസ്യം പോലെയാണ് ചെന്നുകൊണ്ടിരിക്കുന്നത്. രജിസ്റ്റർ ചെയ്യുകയാണ്. BJP പോലും ഇല്ല കളത്തില്. ശരിക്കും BJP കഴിഞ്ഞ ദിവസം പിന്നെ രാജീവ് ചന്ദ്രശേഖർ എന്തോ വന്ന് പറഞ്ഞു, സർക്കാർ പരസ്യം കൊടുത്ത പോലെ ഒന്നും കൊടുക്കാനില്ല. ഈ രീതിയിൽ അവര് പ്രൊമോട്ട് ചെയ്യുന്നതായിട്ട് വേണമെങ്കിലും ഈ കനകോലു അല്ലേ ആള്, നെഗറ്റീവ് പബ്ലിസിറ്റിയും ഒരു പബ്ലിസിറ്റി ആണല്ലോ, നമുക്കറിയാം. അത് കോൺഗ്രസിന് എല്ലായ്പ്പോഴും അങ്ങനെ ഒരു തന്ത്രം കൂടി ഇതിനകത്ത് ഉണ്ടോ എന്നുള്ള കാര്യം ഏറ്റവും ഒടുവിൽ ഒരു സമവായം. ആ സമവായത്തിൽ കെ സുധാകരൻ പാർട്ടിക്ക് മുകളിലായി, പാർട്ടിക്കും അപ്പുറത്തേക്ക് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സംഘടനാ സംവിധാനത്തിന് മുകളിൽ ഒരു വ്യക്തി പൂജ അല്ലെങ്കിൽ വ്യക്തി എന്നുള്ള നിലയിലേക്ക് കെ സുധാകരൻ മാറി നിൽക്കുന്നു. അവിടെ നമ്മൾ നോക്കിയ കടന്നപ്പള്ളി രാമേന്ദ്രനാണ് കഴിഞ്ഞ തവണയും അതിന് മുമ്പത്തെ തവണയും വിജയിച്ചത്. എന്നാൽ അതെല്ലാം ഒരു 1000, 1100 അല്ലെങ്കിൽ 1600 എന്ന് പറയുന്ന ആ റേഞ്ചിൽ നിന്നുകൊണ്ട് മാത്രമാണ്
കടന്നപ്പള്ളി രാമേന്ദ്രൻ സെക്കുലർ കോൺഗ്രസിന്റെ ആള്, ജനാധിപത്യ കോൺഗ്രസിന്റെ നേതാവ് വിജയിക്കുന്നു, അദ്ദേഹം പിന്നീട് മന്ത്രിയാവുകയും ചെയ്തു. അപ്പം ഇങ്ങനെയാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ അവിടെ അതിനു മുമ്പ് അബ്ദുള്ളക്കുട്ടിയെ മറ്റോ ആരും തോന്നുന്നു അവിടെ നിന്നുണ്ട് വിജയിച്ച ഒരു നേതാവ് എന്ന് പറഞ്ഞാൽ അത് കോൺഗ്രസിന് സ്വാധീനമുള്ള ഒരു മണ്ഡലം തന്നെയാണ്. നമ്മൾ കണ്ണൂർ എന്ന് പറയുമ്പോഴും കണ്ണൂർ നിയമസഭാ മണ്ഡലം എന്ന് പറയുന്നത് കോൺഗ്രസിന് പ്രാതിനിധ്യമുള്ള ഒരു മണ്ഡലം തന്നെയാണ്. പക്ഷെ കഴിഞ്ഞ 2 തവണയായിട്ട് മാത്രമാണ് അതിനകത്തൊരു മാറ്റം ഉണ്ടായി. കടന്നപ്പള്ളി അതായത് ഇടതുപക്ഷത്തിന് അവിടെ അദ്ദേഹം കേരള കോൺഗ്രസ് തന്നെയാണല്ലോ, സെക്കുലർ കോൺഗ്രസ് തന്നെയാണ്. അപ്പം അങ്ങനെ ഈ പറയുന്ന ഒരു നീക്കം അവിടെ നടക്കുന്നത്. അല്ലാതെ ഇതുകൊണ്ട് ഈ പിന്നെ കോൺഗ്രസിന്റെ ഒരു വലിയ സംഘടനാ ബലം കണ്ടു എന്ന് പറയാൻ പറ്റില്ല. ഇനി നാളെ ഇതുമൂലം ഉണ്ടാകുന്ന ഒരു ദോഷം, നാളെ ഇവര് ഒരു മന്ത്രിസഭ രൂപീകരണ സമയത്ത് അവിടെയും സുധാകരൻ തന്നെയായിരിക്കും മുഴച്ചു നിൽക്കുന്നത്. അവിടെയും സുധാകരൻ മുഴച്ചു നിൽക്കും. ഇവിടെ ഉണ്ടാകുന്ന കാര്യം സുധാകരൻ പറയും എനിക്ക് മുഖ്യമന്ത്രി ആകണം എന്ന് സുധാകരൻ തീർത്തു പറഞ്ഞാൽ വീണ്ടും ചർച്ചകളായിരിക്കും. വീണ്ടും ഇതുപോലെ കൊടുമ്പിരി കൊള്ളുന്ന ചർച്ചകൾ. രാത്രി 2 മണി ഹൈക്കമാൻഡിൽ ഇരിക്കുന്നവർക്ക് ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ വരും. ഞാൻ പിന്നെ മുഖ്യമന്ത്രി ആകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ആർക്കെങ്കിലും തടയാൻ പറ്റുമോ? ആർക്കെങ്കിലും തടയാൻ പറ്റുമോ? ഇനി ഇതിനകത്ത് വരുന്ന വേറൊരു ഇവിടെ ഒരു വിഭാഗീയ കളി കളിച്ചിട്ട് ഇങ്ങനെ തോൽപ്പിക്കണം. കെ സുധാകരനെ തോൽപ്പിക്കാനുള്ള കളികൾ കോൺഗ്രസ് അവിടെ തുടങ്ങണം. അതും അടുത്ത പയറ്റാണ്. അപ്പം സുധാകരൻ ജയിച്ചാലും ദോഷമാണ്, സുധാകരനെ നിർത്തിയില്ലെങ്കിലും ദോഷമാണ്. ഇതെല്ലാം പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സുധാകരൻ എന്ന് പറയുന്ന വ്യക്തി പാർട്ടിയെ ശരിക്കും പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്, വെട്ടിലാക്കിയിട്ടുണ്ട്. ഈ സുധാകരൻ നാളെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി കിടന്ന് കടുംപിടുത്തം പിടിച്ചാൽ കൊടുക്കാൻ AICC ബാധ്യസ്ഥരാണ്. ഞാൻ പലതും തുറന്നു പറയും, അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് പാർട്ടി വിട്ടുപോകും, എനിക്ക് ഇനിയിപ്പോ MLA സ്ഥാനം പോയാലും വേണ്ടില്ല. എന്തിനാണ് MLA ആയത് സുധാകരൻ? MLA ആവാൻ വേണ്ടി വാശി പിടിക്കുന്നത് എന്തിനാണ്? മുഖ്യമന്ത്രി ആകാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ അവിടെ പോയിരുന്നുകൊണ്ട് വെറും ഒരു MLA ആയിട്ട് സഭയിൽ VD സതീശൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സഭയിൽ ഇരിക്കാൻ പിന്നെ സുധാകരനെ കിട്ടില്ല. സുധാകരൻ മുഖ്യമന്ത്രി ആവണം, അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് ആവണം. ഇതല്ലാതെ സുധാകരൻ ഒന്നും പ്രതീക്ഷിക്കുന്നുമില്ല. അതിനുവേണ്ടി അടുത്ത സമ്മർദ്ദം സുധാകരന്റെ ഭാഗത്ത് ഇനി അടുത്തുണ്ടാവും. അത് ഉണ്ടാതിരിക്കാൻ പാർട്ടി മനഃപൂർവ്വം സുധാകരനെ തോൽപ്പിക്കുകയും വേണം. ഇതാണ് ഇപ്പൊ സുധാകരൻ നമുക്ക് നൽകുന്ന പാഠം.